നമസ്കാരം. ഈ സമയത്ത് ആരെങ്കിലും ഓൺലൈനിൽ ഉണ്ടാവുമെന്ന് വിശ്വാസമൊന്നുമില്ല. എന്നാലും വെറുതെ വരികയാണ്. കുറേ ദിവസമായല്ലോ രംഗത്തേക്ക് വന്നിട്ട്. ഞാൻ കഴിഞ്ഞ ഒരു 1.5 മാസമായിട്ട് പൂർണ്ണമായിട്ടും ഈ ഫേസ്ബുക്ക്, അതേപോലെ തന്നെ യൂട്യൂബ് തുടങ്ങിയ ചാനലിൽ നിന്നൊക്കെ വിട്ടു നിന്നു. മാത്രമല്ല ടി വിയും കാണാറില്ല. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് സംഭവങ്ങൾ നടന്നു. അമേരിക്കയും ഇറാനുമായി യുദ്ധമുണ്ടായി. ഇസ്രായേൽ തുടങ്ങി വെച്ചു. യുദ്ധം അവസാനിച്ചു. ഒരുപാട് പേര് കൊല്ലപ്പെട്ടു. ഇതൊക്കെ ഇതിൻ്റെ വഴിക്ക് പോയി. പക്ഷെ ഞാനതിലൊന്നും പറയും, ഞാൻ വേറൊരു യുദ്ധത്തിലായിരുന്നു. മനസ്സിന് വെറുതെ ഒരു തോന്നൽ തോന്നി. സാങ്കേതിക വിദ്യ ഇന്ന് വലിയ പോപ്പുലറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതൊന്ന് പഠിക്കാമെന്ന് കരുതി അതിൻ്റെ പുറകെ ഓടി 1 മാസത്തോളം അത് പഠിച്ചു. ഇപ്പം ഞാൻ ഒരു സിനിമ ലോകത്ത് ആരും ഇതുവരെ ചെയ്തിട്ടില്ല. മലയാളത്തിലെ ആദ്യത്തെ AI സിനിമ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഈ AI എന്ന് പറയുന്നത് ഒരു കുരുത്തം കെട്ട കുട്ടിയാണ്. നമ്മൾ ഇടത്തോട്ട് പോകും പറഞ്ഞാൽ വലത്തോട്ട് പോകും, വലത്തോട്ട് പോകും പറഞ്ഞാൽ ഇടത്തോട്ട് പോകും. രണ്ടുപേരോട് വലത്തോട്ട് നോക്കാൻ പറഞ്ഞാൽ ഒരാൾ ഇടത്തോട്ട് നോക്കും, ഒരാൾ വലത്തോട്ട് നോക്കും. ഇപ്പം നമ്മൾ ചാനലിൽ കാണുന്ന മാതിരി മോഹൻലാലിനെ കാട്ടുകൂടി ഓടിക്കുന്നതോ കുന്നു കയറുന്നതോ അതല്ലെങ്കിൽ തോക്കെടുത്ത് വെടിവെക്കുന്നതോ ഒന്നും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. 5 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന AI 5 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് അതൊക്കെ. പക്ഷേ നിയന്ത്രിതമായിട്ട് കഥാപാത്രങ്ങളെ നിയന്ത്രിച്ച് ഒരു സീക്വൻസിലൂടെ സിനിമ നിർമ്മിക്കാൻ പറ്റുമോ AI എന്നുള്ളതാണ് വലിയ ഘടകം. അതും നമ്മുടെ നാട്ടിൻപുറത്തെ, കേരളം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൻപുറത്തെ കഥാപാത്രങ്ങൾ, നമ്മുടെ നാട്ടിൻപുറത്തെ ഭാഷ, അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് റിയലിസ്റ്റിക് ആയിട്ട് ഒരു സിനിമ AI ചെയ്യാൻ പറ്റുമോ? പറ്റില്ല എന്നായിരുന്നു എനിക്ക് 2 ദിവസം മുമ്പ് വരെ ഒരു തോന്നൽ. പക്ഷേ ഇപ്പം എനിക്ക് തോന്നലുണ്ട് പറ്റും. ഞാനത് തുടങ്ങിക്കഴിഞ്ഞു. അത് പൂർണ്ണത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ലൈവായിട്ട് മനുഷ്യൻ ചെയ്യുന്ന പൂർണ്ണതയിലേക്ക് എത്തില്ല. പക്ഷേ എത്തിക്കാൻ പറ്റും. ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ എത്തിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഇപ്പോൾ ഉണ്ട്. ഹലാക്കിന്റെ അവലും കഴിഞ്ഞൊക്കെ തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ്. കാരണം അതിനേക്കാളും വലിയ ഗൗരവമായിട്ടുള്ളത് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ഇന്നത്തെ നിലയ്ക്ക് കോടികൾ മുടക്കിക്കൊണ്ട് നമ്മളെ സ്റ്റാറുകളെ വെച്ചുകൊണ്ട് ഒരു സിനിമ ചെയ്യുക എന്ന് പറഞ്ഞാൽ മനുഷ്യന് സാധ്യമല്ല ഇപ്പോൾ. അതേ സമയത്ത് ഞാനും എൻ്റെ കമ്പ്യൂട്ടറുമായിട്ട് ഇരുന്ന് എനിക്ക് വേണ്ടുന്ന ചില രൂപങ്ങളുടെ ഫോട്ടോകളെടുത്ത് അവരുടെ ശബ്ദങ്ങൾ സ്വീകരിച്ച് അവരെ വെച്ചുകൊണ്ട് അവരൊരിക്കലും അവരില്ലാത്ത ഒരു ലോകത്ത് അവരെ കൊണ്ടുപോയി, ഒരു ലൊക്കേഷനിൽ കൊണ്ടുപോയി അവരെ കൊണ്ട് അഭിനയിപ്പിച്ച് ഒരു സിനിമ പൂർത്തിയാക്കുക. വിഡ്ഢിതായിട്ട് തോന്നില്ലേ നിങ്ങൾക്ക്? അതും എന്തൊക്കെ ഘടകങ്ങളുണ്ട്. അത് AI ചെയ്യാൻ പറ്റാത്ത പല ഘടകങ്ങളുണ്ട് ഇന്ന്. അതിനെ എങ്ങനെ അതിജീവിക്കാൻ പറ്റും എന്നുള്ളൊരു പരീക്ഷണത്തിലാണ് ഞാൻ. എല്ലാവർക്കും നമസ്കാരം. കുറച്ച് പേര് വന്ന സുജ കാർത്തിക, നമസ്തേ, ദേവരാജൻ, അനിൽ ബാബു, ഗണേഷ്, ലൈജു. അപ്പം ഞാൻ അതിൻ്റെ ഒരു പ്രവർത്തനത്തിലാണ്, ഈ AI സിനിമയുടെ പ്രവർത്തനത്തിലാണ്. ആരും ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ. ചെയ്യാൻ ആർക്കും ധൈര്യം ഉണ്ടായിട്ടില്ല. ഞാനൊരു ഒരു വട്ടൻ എന്നുള്ളത്. കാരണം മലയാളത്തിൽ പല കാര്യവും അങ്ങനെ ചെയ്തത്. ആദ്യമായിട്ട് ആപ്പിളിൻ്റെ സോഫ്റ്റ്വെയർ ഏഷ്യയിൽ, വേണമെങ്കിൽ അങ്ങനെ പറയാം, ഏഷ്യയിൽ ഇറക്കിയത് ഞാനാണ്. FCP എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇറക്കി. അത് വളരെ പോപ്പുലറായി. അതുകൊണ്ട് പിന്നീട് ധാരാളം സിനിമ ആ മാധ്യമത്തിൽ എഡിറ്റ് ചെയ്യുകയും പുറത്തിറങ്ങുകയും ചെയ്തു. പിന്നീട് ആദ്യമായിട്ട് 7D ക്യാമറ, ലോകത്ത് ആദ്യമായിട്ട് 7D ക്യാമറ വെച്ചിട്ട് ഒരു ഫീച്ചർ ഫിലിം അത് ഞാനാണ് ചെയ്തത്. അച്ഛൻ എന്ന് പറഞ്ഞത് 2010 അച്ഛൻ എന്ന് പറഞ്ഞ സിനിമയാണ് ആദ്യമായിട്ട് 7D ക്യാമറ, സ്റ്റിൽ ക്യാമറയിൽ എടുക്കുന്ന സിനിമ. അതിനുശേഷം പിന്നീട് ധാരാളം സിനിമകൾ ഈ നമ്മുടെ സ്റ്റിൽ ക്യാമറ വെച്ച് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ആ രീതിയിൽ ഒരു പക്ഷേ ലോകത്താദ്യമായിട്ടായിരിക്കും, എനിക്കറിയില്ല വേറെ എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ എന്നറിയില്ല, പക്ഷെ ഇപ്പോൾ എൻ്റെ അറിവിൽ ലോകത്താദ്യമായിട്ടാണ് ഒരു സിനിമ എയിൽ ചെയ്യുന്നത്. അതും ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഈ പറയുന്ന ആക്ഷനും ബഹളവും ഒന്നുമല്ല, നല്ല നാടൻ സിനിമ, കോമഡി സിനിമ. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ കോമഡി സിനിമ ഒരു എയിൽ, അതും സാധാരണഗതിയിൽ എയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് 2 കഥാപാത്രങ്ങളെ അല്ലെങ്കിൽ 3 കഥാപാത്രങ്ങളെയാണ്. എൻ്റെ സിനിമയിൽ 9ഉം 10ഉം കഥാപാത്രങ്ങൾ ഒരു സിനിമയിൽ വരുന്നുണ്ട്, ഒരു സീനിൽ വരുന്നുണ്ട്. അങ്ങനെ 9ഉം 10ഉം കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വലിയ ഒരു ക്യാൻവാസിലുള്ള സിനിമ എയിൽ ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസം, നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ നടക്കുള്ളൂ കേട്ടോ. ഞാനങ്ങനെ ഇറങ്ങിയ പിന്നെ ഇറങ്ങിയതാ. ഇപ്പം ഒരു മാസം ഇരിപ്പിലിരുന്ന് കാലിനൊക്കെ നീരൊക്കെ വന്നു തുടങ്ങി. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇനി കാര്യമായിട്ട് ഉണ്ടാവില്ല. കാരണം ഈ എങ്ങനെയായാലും ഈ ഇവിടെ നടക്കാനുള്ളതൊക്കെ നടക്കും. മതഭീകരവാദികൾ ലിസ്റ്റ് ഇടും, കൊല്ലും, അതങ്ങനെ പോകും. ആ ഭീകരവാദികളെ കൂട്ടുപിടിച്ച് ഇടതും വലതും ജയിക്കുകയും ഭരിക്കുകയും ചെയ്യും. നമ്മളിതൊക്കെ വിഡ്ഢികളായി നിന്ന് ഈ 2 പക്ഷത്തേക്കും വോട്ട് ചെയ്ത് അവരെ ഭരണത്തിൽ കൊണ്ടുവരികയും ചെയ്യും. ഇതൊക്കെ അതിൻ്റെ വഴിക്ക് പോകും. അൻവർമാരുണ്ടാവും, അൻവർമാർ ജയിക്കും, അൻവർമാർ തോൽക്കും. ഇങ്ങനെ പല കാര്യങ്ങളും ഈ രാജ്യത്ത് പോകും. കാരണം നമ്മുടെ ഒന്നും നിയന്ത്രണത്തിലല്ല, ഇത് ബോധത്തിലല്ല ഇവിടുത്തെ ജനങ്ങൾ പ്രവർത്തിക്കുന്നത്. ബോധമുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ പിണറായി വിജയന് 9 കൊല്ലം ഭരിക്കാൻ പറ്റുമായിരുന്നല്ലോ. ജനങ്ങളുടെ ബോധക്കുറവ് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞ് നമ്മൾ ഈ ഫേസ്ബുക്കിൽ ശത്രുത ഉണ്ടാക്കി ഈ സുഡാപ്പികളുടെ തെറിവിളി കേട്ട് ഇങ്ങനെ പോകുന്നതിനേക്കാൾ ഭേദം ഇത് തൽക്കാലം കുറച്ചു കാലത്തേക്ക് വല്ലപ്പോഴും ഇതേപോലെ ജോലിക്കിടയിൽ വന്ന് സംസാരിക്കാവുന്ന ഒരു മാധ്യമമാക്കിയിട്ട് ഫേസ്ബുക്കിനെ മാറ്റുക. അപ്പോൾ എന്തായാലും ശരി, രാവിലെ നല്ല ചായ കുടിച്ചുകൊണ്ട് ഇന്നലെ ഒരു സീൻ തീർത്തു. ഇന്ന് അതിൻ്റെ എഡിറ്റിങ്ങിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, സിനിമയുടെ പ്രത്യേകത, ഈ AI ഉപയോഗിക്കാനുള്ള പ്രത്യേകത, ഇപ്പോൾ സുരേഷ് ഗോപിയെ തന്നെ എനിക്ക് 2 ദിവസം കിട്ടിയാൽ മതി. സുരേഷ് ഗോപി 2 ദിവസം ഒരു സിനിമയുടെ ഡയലോഗുകൾ പറയാനുള്ളത് എൻ്റെ ക്യാമറ മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഏത് പശ്ചാത്തലത്തിൽ എവിടെ എങ്ങനെ ആരുടെ കോമ്പിനേഷനിൽ കൊണ്ടുവരും പറ്റും എന്നുള്ളത് നമുക്ക് നിയന്ത്രിക്കാൻ, നമുക്ക് ചെയ്യാൻ പറ്റും. ഏത് ലൊക്കേഷനും, ചന്ദ്രനിൽ പോയിട്ടാണെങ്കിൽ ചന്ദ്രനിൽ, അതല്ല അമേരിക്കയിലാണെങ്കിൽ അമേരിക്കയിൽ. അതാണ് AI സാങ്കേതിക വിദ്യയുടെ ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് മാനുഷികമായിട്ടുള്ള കാര്യങ്ങളില്ലാതെ ചെയ്യാം. ഇപ്പോൾ ഡയലോഗ് ടൈപ്പ് ചെയ്താൽ ഇംഗ്ലീഷിൽ നമുക്ക് വോയിസ് കിട്ടും, പക്ഷേ അതിനൊരു രസം ഉണ്ടാവില്ല, നമ്മൾ പറയുന്ന ഒരു സുഖം കിട്ടില്ല. അതുകൊണ്ട് ഈ കഥാപാത്രങ്ങൾ തന്നെ ആ ഡയലോഗുകൾ നമുക്ക് പറഞ്ഞു തന്നാൽ ആ വോയിസ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി റിയാലിറ്റി ഉണ്ടാവും സിനിമയ്ക്ക്. ഇപ്പം വിദേശത്തൊക്കെ ചെയ്യുന്നത് ലിപ്സിങ്കിങ് സോഫ്റ്റ്വെയർ വെച്ചിട്ട് അവർ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തിട്ടാണ് ഡയലോഗ് പറയുന്നത്. നമ്മളെ ഡയലോഗ് അങ്ങനെ ടൈപ്പ് ചെയ്ത് പറയാൻ പറ്റുന്ന ഡയലോഗല്ല. കാരണം നമ്മുടെ ഭാഷയ്ക്കുള്ളൊരു പ്രത്യേകത ഉണ്ട്. അഴകൊഴ എന്നുള്ള പറഞ്ഞാൽ അഴയും കുഴയൊന്നും അത്ര പെട്ടെന്ന് ഇംഗ്ലീഷിന് വഴങ്ങില്ല. അപ്പം അതുകൊണ്ട് തന്നെ ശബ്ദം നമ്മൾ നേരിട്ട് ചിത്രീകരിക്കുകയും, ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്, ശബ്ദം മുഴുവനായിട്ട് ഇപ്പോൾ സിനിമയുടെ ഹാഫ് ടൈം വരെയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഈ ഹാഫ് ടൈം വരെയുള്ള ശബ്ദം മുഴുവൻ റെക്കോർഡ് ചെയ്ത് അതിനനുസരിച്ചായി സീനുകൾ ഉണ്ടാക്കി അതിൽ കഥാപാത്രങ്ങളെ പ്രതിഷ്ഠിക്കുകയെന്നു. ഇതിലെ കഥാപാത്രങ്ങൾ കുറച്ച് കഥാപാത്രങ്ങളോട് ഞാൻ ആയിട്ട് വെച്ചത്, ബാക്കിയെല്ലാം ഫോട്ടോസാണ്. ഒരു വ്യക്തിയുടെ 3 ഫോട്ടോസ്, 3ഓ 4ഓ ഫോട്ടോസ്, ബാക്ക് അടക്കം, ഫ്രണ്ട് 2 സൈഡ് ബാക്ക്. അപ്പോൾ 1, 2, 3, 4 ഫോട്ടോകൾ ഒരു വ്യക്തിയുടെ ഉണ്ടെങ്കിൽ നമുക്ക് ആ വ്യക്തിയെ കൊണ്ട് ഒരു സിനിമയിലെ മുഴുവൻ സീനുകൾ ജയിക്കാൻ പറ്റും. ഇത് തമാശ പറഞ്ഞല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. 4 ഫോട്ടോ, ഒരു വ്യക്തിയുടെ 4 ഫോട്ടോ ഉണ്ടെങ്കിൽ, അതും വേണമെന്നില്ല ഒരു ഫ്രണ്ട് ഫോട്ടോ ആണ്, പക്ഷെ ഞാൻ എൻ്റെ ഒരു സൗകര്യത്തിനനുസരിച്ചാണ് ഞാൻ ഈ പറയുന്ന ഫോട്ടോസിൻ്റെ എണ്ണം പറയുന്നത്, പെർഫെക്ഷന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന പെർഫെക്ഷൻ പ്രൊഫൈലും കിട്ടണമെങ്കിൽ കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്നതിനേക്കാളും
ഭംഗിയുണ്ട് ആ കഥാപാത്രത്തിൻ്റെ ഒരു പ്രൊഫൈൽ ഫോട്ടോ കൊണ്ട് എടുക്കുകയാണ്. അങ്ങനെ ഫോട്ടോകൾ വെച്ചുകൊണ്ട്, ഇമേജുകൾ വെച്ചുകൊണ്ട്, ബാക്ക്ഗ്രൗണ്ട് വേറെ സൃഷ്ടിച്ചുകൊണ്ട് ഒരു സിനിമ, ആ സിനിമയുടെ പണിയിലാണ്. ആ സിനിമയുടെ പണി എന്ന് പറയുന്നത് കുറച്ച് വലിയ പണിയാണ്. ഇപ്പം ഞാനിത് അനൗൺസ് ചെയ്യാതിരുന്നത്, കഴിഞ്ഞ ഒരു മാസമായിട്ട് അനൗൺസ് ചെയ്തത് സാധ്യമാവുമോ എന്ന് എനിക്കറിയട്ടെ. ഉറപ്പില്ലാത്തൊരു കാര്യം വിളിച്ചു പറഞ്ഞിട്ട് പിന്നീട് അപ്പോൾ ഇതെവിടെ റിലീസ് ചെയ്യും എന്നുള്ളത് ഇപ്പം നാളെ അയ്യോ തൊഴിലാളികളുടെ പണിമുടക്കുകയാണ്, രാമസിംഹിന്റെ ഈ ചെയ്ത് ശരിയല്ല. രാമസിംഹിന്റെ അടുത്ത് പണമില്ല, തലച്ചോറേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് സിനിമ ഉണ്ടാക്കണമല്ലോ. അതുകൊണ്ട് സിനിമയിലെ സാങ്കേതിക വിദഗ്ധരെല്ലാം ക്ഷമിക്കുക. ഇതിൽ ക്യാമറമാൻ വേണ്ട, പ്രൊഡക്ഷൻ മാനേജർ വേണ്ട, എക്സിക്യൂട്ടീവ് വേണ്ട, മേക്കപ്പ് മാൻ വേണ്ട, ലൈറ്റ്സ് വേണ്ട, ക്യാമറ വേണ്ട, ഒന്നും വേണ്ടാതെ ഞാൻ പറഞ്ഞില്ലേ 4-5 ഫോട്ടോകൾ, വ്യക്തിയുടെ ഫോട്ടോ വെച്ച് മാത്രം ഒരു സിനിമ ഉണ്ടാക്കുക എന്നുള്ളത് ഒരു 6 മാസം പിടിക്കും. ഇപ്പോൾ വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ 6 മാസം കൊണ്ട് തീർക്കാൻ പറ്റും. ഷമീറെ, എടാ സുഡാപ്പി, എന്താ ഞാൻ മറ്റു വാക്ക് ഞാൻ പറയുന്നില്ല, നിന്നെയൊന്നും ഈ നന്നാവില്ലടോ, നീയൊന്നും നന്നാവില്ല. ഷമീർ കൈപ്പുറത്ത് ഈയൊക്കെ അമ്മയ്ക്ക് പിറന്നതാണോ അതോ ഞാൻ പറയുന്നില്ല ഞാൻ. കാരണം എന്തുകൊണ്ടാണ് ഞാൻ ഫേസ്ബുക്കിൽ നിന്ന് ഈ പറയുന്ന വിഭാഗം ഉണ്ടല്ലോ, ഈച്ചകള്, സംസ്കാരം എന്ന് പറയുന്നത് അടുത്തുകൂടെ പോയിട്ടില്ലാത്ത ഒരു വിഭാഗമായിട്ട് മാറുകയാണ്. എന്ത് നല്ല കാര്യം പറയുമ്പോഴോ അതിനിടയ്ക്ക് വന്നിട്ട് അപ്പിയിടുന്ന ഒരു സംസ്കാരമാണ് ഈ ഷമീർ കൈപ്പുറം പോലുള്ള ആൾക്കാർ. നീ 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 എവിടെ നിന്നാണ് പഠിച്ചത്? നിന്റെ മതത്തിന്റെ സംസ്കാരമല്ലേ നീ കാണിക്കുന്നത്? നീ നന്നാവില്ല. എന്തുകൊണ്ടാണ് നിന്റെയൊക്കെ അടുത്തുനിന്ന് വിട്ട് സലാം പറഞ്ഞ് പോയതെന്ന് മനസ്സിലാകുന്നുണ്ടോ? ഇതുകൊണ്ടാ. നീ പഠിച്ചത് അതാണ്, അത്രേ ഉള്ളൂ. അതെ, മതം വിഴുങ്ങിയാണ്, എല്ലാം മതം വിഴുങ്ങിയതാണ്. ബോധം എന്ന് പറഞ്ഞാൽ അടുത്തുകൂടെ പോയിട്ടില്ല. ഒന്നിൽ ഈ 1980-കളിലെ 70-കളിലെ ചിന്തയും വെച്ച് ഇത് 2021 ശാസ്ത്രം എത്ര വളർന്നിരിക്കുന്നു, എത്ര മേലോട്ട് പോയിരിക്കുന്നു. ബുറാക്കിന്റെ കഥ പറഞ്ഞാൽ ലോകം വിശ്വസിക്കുമോ? അപ്പൊ നീ തിരിച്ചു ചോദിക്കും രാമന്റെയും രാവണന്റെ, അത് കഥകളാണ് ഞങ്ങളത്. ഈ ഒരു മതം മറ്റു മതങ്ങളുടെ മേലെ ആധിപത്യം നേടാൻ വേണ്ടി ശ്രമിക്കുക. മറ്റുള്ളവർ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നിന്റെ വിഷമം എന്താണ്? ഞാൻ 1921 ഉണ്ടാക്കിയതെന്നുള്ള വിഷമല്ലേ? ഇനിയും ഉണ്ടാക്കും. ഇപ്പൊ കൂടുതൽ സൗകര്യമായി, ആരുടെയും സഹായം ഇല്ലാതെ ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഈ മതം 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 ഇവനൊന്നും വേറൊരു പണിയില്ലേ? ആ പേര് കാണുമ്പോ ഇപ്പൊ വെറുപ്പ് തോന്നുകയാണ് മനുഷ്യന്. ഇരുപത്തിനാല് മണിക്കൂർ ചിന്തിക്കുന്നതാണ്. ലോകത്ത് എന്ത് തന്നെ സംഭവിച്ചാലും അവർ കാണില്ല. ലോകത്ത് എവിടെ ഉപദ്രവം ഉണ്ടായാലും യുദ്ധം ഉണ്ടായാലും കാണില്ല. ഗാസയിൽ യുദ്ധം ഉണ്ടായാലും അവർ കാണും. അവരങ്ങോട്ട് ആക്രമിക്കുന്ന അവർ കാണുകയില്ല ഒരിക്കലും. എന്നിട്ട് ഇതേപോലെ നമ്മൾ സൗഹൃദപരമായിട്ട് സംസാരിക്കുന്നതിനിടയിൽ വന്നിട്ട് ഇത്തരം മേത്ത സംസ്കാരം വിളിച്ചു പറയുക. പറയണ്ട എന്ന് കരുതിയാണ് നിൽക്കുമ്പോൾ. അപ്പൊ പറയിപ്പിച്ച് അടങ്ങൂ എന്ന് പറയുന്നത് വെറുതെയല്ല. ഈ താഴോട്ട് ഇന്ന് വിഷയമൊന്നുമില്ല. അതായത് ഞാനൊരു സിനിമ ഉണ്ടാക്കുന്നു. ലോകത്ത് ആദ്യമായിട്ടാണ് ഒരു ഫീച്ചർ ഫിലിം AI ചെയ്യാൻ പോകുന്നത്. അതാണ് ഇന്നത്തെ വിശേഷം. വേറെ വിശേഷമൊന്നുമില്ല. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. തീർച്ചയായിട്ടും ഈ നായ്ക്കളെ, പക്ഷെ എന്താ, ഈ നായ്ക്കളെ വന്നിങ്ങനെ ഈ കുരയ്ക്കുമ്പോഴേ ഒരു ചെറിയ കല്ലെങ്കിലും എടുത്ത് എറിഞ്ഞില്ലെങ്കിൽ ഇവർ നമ്മളെ കടിച്ചു കീറും. അത്രേ ഉള്ളൂ.
ഇസ്മായിൽ വന്നു, അടുത്ത കോയ വന്നു, സംസ്കാര ശൂന്യൻ. ഇതൊക്കെ ഇവർ ഈ കിതാബിന്റെ സംസ്കാരമാണ് ഇവർ കാണിക്കുന്നത്. ഇവർ പഠിക്കുന്ന കിതാബിന്റെ ജാഫർ ഹനീഫ അടുത്ത കോയ. അങ്ങനെ വരട്ടെ. ഇവരെവിടെയാണോ ഇവരുടെ ആ പേര് വരുമ്പോൾ നമുക്ക് ഇവരുടെ ഭാഷ എന്തായിരിക്കും എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. ഇത് ലോകം അറിഞ്ഞു കഴിഞ്ഞു. അമേരിക്ക അറിഞ്ഞു, യൂറോപ്പ് അറിഞ്ഞു, ഓസ്ട്രേലിയ അറിഞ്ഞു. ലോകം മുഴുവനും ഇവരുടെ ഗന്ധം തിരിച്ചറിഞ്ഞിട്ട് പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ 10-15 കൊല്ലം മുസൽമാനായിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ലോകം മുഴുവൻ വെറുക്കുന്ന ഒരു മതമായിട്ട് നമ്മുടെ മതം മാറും. അന്ന് ഞാൻ പറഞ്ഞു നമ്മുടെ മതം മാറുന്നു. 10 കൊല്ലം കഴിഞ്ഞപ്പോൾ അത് സത്യമായിട്ട് ഭവിച്ചു. ഇന്നലെ വന്ന ലിസ്റ്റിൽ എന്റെയൊക്കെ പേരുണ്ട്. തെരഞ്ഞെടുത്ത പേരുകളിൽ ഒന്ന് എന്റെ പേരാണ്. അത് മുൻകൂട്ടി എന്നെ കേരള പോലീസും സെൻട്രൽ പോലീസും അറിയിച്ചിട്ടുണ്ട്. ആശയത്തോട് എതിരിടാൻ പറ്റാതെ തോറ്റു പോകുന്ന ആരിഫിന്റെ മുന്നിൽ, അതല്ലെങ്കിൽ ലിയാഖത്ത് മുമ്പിൽ തോറ്റുപോയിട്ട് ബാക്കിയുള്ളവരുടെ മുമ്പിൽ വന്നിട്ട് എന്തിനാണ് ഇവര് തോന്നിവാസം കാണിക്കുന്നത്? ജീവിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. എല്ലാവരുടെയും വിശ്വാസ പ്രമാണങ്ങൾ കൊണ്ടു നടക്കുകയും ചെയ്യാം. പക്ഷെ അത് മറ്റുള്ളവന്റെ നെഞ്ചത്തിലേക്ക് കുത്തിക്കയറ്റുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. എന്റെ അടുത്ത് കണ്ട് കേട്ടാലേ ഇവർക്ക് തൃപ്തിയാവുള്ളൂ. അങ്ങനെയുണ്ട് ചിലർക്ക്. ഇക്കൂട്ടർക്ക് എന്തെങ്കിലും ദിവസം കിട്ടണം. അതിനുവേണ്ടിയാണ് ഇവർ എപ്പോഴും രാവിലെ എഴുന്നേറ്റ സ്വന്തം കക്കൂസിൽ പോകാതെ അന്യന്റെ തൊട്ടടുത്തുള്ള വീട്ടിലെ പറമ്പിലല്ല പോവുക, അവന്റെ കോലായിൽ പോയി സാധിക്കുന്ന സമൂഹമാണിത്. ഇന്ന് കേരളം മൊത്തം അത് പുഴുത്തു നാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പണ്ട് പറഞ്ഞു, മനുഷ്യർ കൂട്ടുകൂടാത്ത, അത് സഹവാസം പോലും ഇഷ്ടപ്പെടാത്ത ഒരവസ്ഥയിലേക്ക് മാറുമെന്നുള്ളത്. അത്തീഫ് പോടാ, അത്രേ ഉള്ളൂ. സ്വന്തം പേരുണ്ടാവില്ല, സ്വന്തം അഡ്രസ് ഉണ്ടാവില്ല, അച്ഛന്റെ പേരുണ്ടാവില്ല, ആരുടെയോ തന്തയുടെ പേരും വെച്ച് വരുന്നതാണ്. സ്വന്തമായ ഒരു അഡ്രസ് പോലും വെക്കാൻ നട്ടലില്ലാത്ത, തന്റെ ഇടമില്ലാത്ത സമൂഹം. അതെ, എന്നെ തല്ലണ്ട മാവ ഞാൻ നന്നാവില്ല, ആ രീതിമാർക്ക് സത്യമാണത്. എത്ര കേട്ടാലും ഉളുപ്പില്ലാത്ത വർഗം എന്ന് വേണമെങ്കിൽ പറയാം. എത്ര കേട്ടാലും തീർച്ചയായിട്ടും ഞാൻ ആരുടെയും ഒരാളെയും ഭയപ്പെടുന്നതല്ല. ജീവിതത്തിൽ ആരെയും ഭയപ്പെട്ടിട്ടില്ല. എനിക്ക് ചെയ്യാനുള്ളത്, എനിക്ക് പറയാനുള്ളത് കൃത്യമായിട്ട് പറയും. ആ പറയുന്നതിന് യാതൊരു മടിയുമില്ല. എക്കാലവും പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിൽ ഒന്നിനു വേണ്ടിയിട്ടോ, എന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടോ, എന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടോ ഒരാളുടെ മുമ്പിലും തലയൊന്നും കുനിച്ചിട്ടില്ല. അതുതന്നെയാണ് രാമസിംഹന്റെ വലിപ്പം. യാതൊരു സംശയവും വേണ്ട. ഒരാളുടെ മുമ്പിൽ തല കുനിച്ചിട്ടില്ല. കാരണം എനിക്ക് എന്റെ വ്യക്തിപരമായ ആവശ്യങ്ങളുണ്ടായിരുന്നില്ല. മറ്റുള്ളവരെ സഹായിച്ചിട്ടേ ഉള്ളൂ. അതുണ്ട്, ഒരുപാട് പേരെ സഹായിക്കാൻ പറ്റിയിട്ടുണ്ട് ഈ ചെറിയ ജീവിതത്തിനിടയിൽ. അത് ഇന്നും ചെയ്യുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ സഹായത്തോട് പ്രത്യേകിച്ച് പറയണം. എന്റെ കൂടെ നിൽക്കുന്ന കുറേ പേരുണ്ട്. അവരുടെ സഹായത്തോടുകൂടി ഇപ്പൊ കുറേ വീടുകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കുകയോ അവർക്ക് വേണ്ട സഹായിക്കുക എന്നല്ലാതെ പിന്നീട് ഞാൻ ആ വഴിക്ക് പോയിട്ടില്ല. വീട് ഉയർത്തിയവരുടെ വീട് കാണാൻ പോലും ഞാൻ പോയിട്ടില്ല. അവർ സുഖമായിട്ട് അവിടെ താമസിക്കുന്നുണ്ട്. ഞാൻ എവിടെയും ഫ്ലെക്സ് വെച്ചിട്ടില്ല. ഞാൻ എവിടെയും കൊട്ടി ഘോഷിച്ചിട്ടില്ല ഇന്ന ആൾക്കാരെ സഹായിച്ചു. എന്നെ സുരേഷ് ഗോപി, അതിനൊക്കെ എന്നെ സുരേഷ് ഗോപിയും സഹായിച്ചിട്ടുണ്ടോ? അത് വ്യക്തിയും പറയണം. പല കുടുംബങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപി എന്റെ കൂടെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്യും. ഇസ്മായിൽ കണ്ണൂർ, ഞാൻ കോയാണെങ്കിൽ നീ സഹിച്ചോടാ. ഞാൻ കോയാണെങ്കിൽ പിന്നെ നിനക്ക് എന്നോട് എന്തിനാണ് ഇത്ര വിഷമം? ഞാൻ കോയായിരുന്നു, പരമ ചെറ്റയായിട്ടുള്ള കോയായിരുന്നു. ഇപ്പം മാറിയറ. എല്ലാ കോയമാരും അങ്ങനെയാണ്. കോയന്റെ ഉള്ളിലൊക്കെ ഒരു ഇതുണ്ട്. അത് എടുത്ത് മാറ്റണമെങ്കിൽ കുറച്ച് പണിയാ. 10-20 കൊല്ലം പണിയെടുത്തിട്ടാ ആ കോയനെ എടുത്ത് ദൂരെ കളഞ്ഞത്. എന്റെ കോയ വലിയ പാടാ. കാരണം അത്രയും
കോൺക്രീറ്റ് ചെയ്യപ്പെടുന്നതാണ് ഈ മതം. 3 വയസ്സ് മുതൽ ഒരു മനുഷ്യന്റെ ബോധം ഉണ്ടാവുന്ന സമയം 3 വയസ്സ് മുതൽ ഒരു 17 വയസ്സ് വരെയാണ്. അതിനിടയിൽ പാഴായി പോകുന്ന ജന്മങ്ങളാണ് ഇതൊക്കെ. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, സങ്കടമേ ഉള്ളൂ. കാരണം തിരിച്ചറിവുണ്ടാവുന്ന വേണ്ടുന്ന സമയത്ത്, തിരിച്ചറിവ് നേടേണ്ടുന്ന സമയത്ത് അവർ തിരിച്ചറിവല്ല, തിരിച്ച് വെറുപ്പാണ് പഠിക്കുന്നത്. ആ തിരിച്ച് വെറുപ്പ് പഠിക്കുന്ന സമൂഹം ആ വെറുപ്പിലൂടെ മാത്രമേ ജീവിക്കുകയുള്ളൂ. ആ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല, ഈ ചെറുപ്പക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരെ ഇങ്ങനെ ആക്കി തീർത്തതാണ് ഒരു ഗ്രന്ഥം. ലോകത്തെ മുഴുവൻ വെറുക്കാൻ പഠിപ്പിക്കുന്ന ഗ്രന്ഥം, ലോകത്തെ മുഴുവൻ തന്റെക്കാൾ ചെറുതാണെന്ന് പഠിപ്പിക്കുന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിന്റെ കുഴപ്പമാണ് ഈ ചെറുപ്പക്കാർ ഇവിടെ വന്ന് ഇങ്ങനെ. അബൂബക്കർ എടുത്ത് കളയാൻ പറ്റില്ലടോ. എന്റെ അപ്പൻ എന്ന് പറഞ്ഞ ഒരാളാണ്. ഇസ്മായിലെ, നിനക്ക് തോന്നുന്ന വരി നീ നിന്റെ വാപ്പനെ 4-5 പ്രാവശ്യം മാറ്റിക്കാണും. എനിക്കത് മാറ്റാൻ പറ്റില്ല. ഒരൊറ്റ വാപ്പയേ ഉള്ളൂ എനിക്ക്. തന്തയ്ക്ക് പറഞ്ഞവനാ. നിന്നെപ്പോലെ തോന്നുമ്പം ഈ തന്തയുടെ പേരെടുത്ത് മാറ്റാൻ പറ്റുമോ? അത് നിന്റെ സംസ്കാരം. ഞാൻ തന്തയ്ക്ക് പറഞ്ഞവനാ, ഉമ്മയ്ക്ക് പറഞ്ഞവനാ. അതുകൊണ്ട് എന്റെ ഉമ്മയുടെ പേരും മാറില്ല, ബാപ്പയുടെ പേരും മാറില്ല. നിനക്ക് പിന്നെ സൗകര്യം പോലൊക്കെ മാറ്റാൻ പറ്റും. കാരണം നിനക്ക് ഉറപ്പില്ലാത്ത ആളാണല്ലോ ഇസ്മായിലെ. അതുകൊണ്ട് അത് വിട്ടേര്. ആരെ കുറിച്ച് എന്തോ പറയോട്ടെ, പോട്ടെ, അവിടെ. അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവുക, എല്ലാവരുടെയും സഹകരണം ഉണ്ടാവുക. ഇത് തിയേറ്റർ റിലീസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. കാരണം നമ്മളത് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സ്ക്രീനിലിട്ട് കണ്ടാലേ ഇതിന്റെ ക്വാളിറ്റി എത്രമാത്രം ഉണ്ടാവും എന്ന് പറയാൻ പറ്റും. ഇപ്പം നമുക്ക് കമ്പ്യൂട്ടറിൽ അത് മുഴുവനും ഗണിക്കാൻ പറ്റില്ല. ഏകദേശം സീക്വൻസ് കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടറിലിട്ട് കണ്ടതിന് ശേഷം, സ്ക്രീനിലിട്ട് കണ്ടതിന് ശേഷം നമുക്ക് തിയേറ്ററിൽ പറ്റുമോ അതല്ലെങ്കിൽ യൂട്യൂബ് പറ്റുമോ എങ്ങനെയുള്ളത് തീരുമാനിക്കും. പക്ഷേ ഈ സിനിമ പൂർത്തീകരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അത് എൻ്റെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സീക്വൻസ് ഞാൻ ചെയ്ത് നോക്കി. അത് വളരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി മുന്നോട്ട് പോകുന്ന ചെറുപ്പക്കാർക്ക്, സിനിമ ഉണ്ടാക്കാൻ പറ്റുന്ന ചെറുപ്പക്കാർക്ക് ഇത് വലിയൊരു പ്രേരണയാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എൻ്റെ ഈ പ്രവർത്തനം എനിക്കല്ല ഗുണം ചെയ്യുക, ഇനി ഈ രംഗത്ത് നിൽക്കാൻ പോകുന്ന ഒരുപാട് ചെറുപ്പക്കാർക്ക് ഈ വയസ്സൻ കാണിച്ചു തരുന്ന ഒരു മാർഗമായിട്ട് മാറും. എങ്ങനെ ചെയ്തു എന്നുള്ളതൊക്കെ നിങ്ങൾ സിനിമ കണ്ടതിന് ശേഷം ഇസ്മായിൽ സംസ്കാരം വാക്കിലൂടെ തന്നെയാണ് മനസ്സിലാവുന്നത്. നീ എന്ത് വാക്കാണ് ഉപയോഗിച്ചത് നീ തന്നെ ഇതിലുണ്ടല്ലോ. നിന്റെ കമന്റുകൾ ഇവിടെ കാണുമല്ലോ. എന്റെ കമന്റും എന്റെ സംസാരവും കാണും. ബോധമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ല. അത്രേ ഉള്ളൂ. അച്ഛന്റെ പേര് മാറ്റണം, അച്ഛനെ മാറ്റണം. ഇതൊരു കഷ്ടമാണെന്ന് ആലോചിച്ച്. പണ്ട് അലി അക്ബർ എന്നുള്ള പേര്, നിനക്കെന്താ അലി അക്ബർ എന്നുള്ള പേര് നിനക്ക് മാറ്റി രാമ ഗോമ എന്നിട്ടൂടെ എന്ന് ചോദിച്ച ആൾക്കാരാ. ഇപ്പം ഞാൻ രാമനായി മാറിയപ്പോ അവർക്ക് അച്ഛന്റെ പേരും കൂടി മാറ്റണം. അപ്പൊ പടച്ചോന്റെ പേര് മാറ്റണ്ടോ? പടച്ചോന്റെ പേര് മാറ്റണ്ട്. പടച്ചോൻ അല്ലെങ്കിൽ തന്നെ ഹിന്ദു ആയിരുന്നില്ലേ? മുഹമ്മദ് ഇസ്ലാം കണ്ടുപിടിക്കുമ്പോഴേ അള്ള ഇവിടെ ഉണ്ട്. അന്ന് അള്ള കാഫിറായിരുന്നു. പിന്നെ അള്ളയുടെ സുനം മുറിച്ചിട്ടാണോ അള്ളനെ മുസ്ലിമാക്കിയത്? അള്ള എന്നുള്ളത് പേഗൻ സംസ്കാരത്തിലെ ഒരു ബിംബത്തിന്റെ പേരാണ് അള്ള. മുഹമ്മദ് ഇസ്ലാം ആവുന്നതിന് മുമ്പ്, ഇസ്ലാം മതം ഉണ്ടാക്കുന്നതിന് മുമ്പ് മുഹമ്മദിന്റെ ഗോത്രവും ആരാധിച്ചിരുന്ന ഒരു ദൈവമാണ് അള്ള. ലോകത്തെ ചരിത്രകാരന്മാർക്ക് മുഴുവൻ എഴുതിയിട്ടുണ്ട്, എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അള്ള പെട്ടെന്നുണ്ടായതല്ല, അള്ള ഭൂമിയിൽ വന്നുമല്ല. അള്ള 360 ബിംബങ്ങളിൽ ഒരു ബിംബമായിരുന്നു അള്ള എന്നുള്ളത്. അതുകൊണ്ട് ഇസ്മായിൽ അതൊക്കെ കുറച്ച് പഠിക്കുകയും, വെറുതെ ഒരാൾ തർക്കിക്കാനൊക്കെ വരുന്നതിന് മുന്നേ അവനവന്റെ കൾച്ചറും അവനവന്റെ ഇതും എങ്ങനെ വന്നു, എങ്ങനെ ഉണ്ടായി എന്നൊക്കെ ഒന്ന് പഠിക്കുകയും, അങ്ങനെ പഠിച്ചു വരുമ്പോൾ നല്ല ബോധം ഉണ്ടാവും. ഹജ്ജ് എന്താണെന്ന് അറിയോ ഇസ്മായിലിന്? ഞാൻ പോയിട്ടുള്ള ഉംറയ്ക്കൊക്കെ
ഹജ്ജ് എന്താണ് എന്നറിയണമെങ്കിൽ അത് ഹജ്ജ് ഈ പറഞ്ഞ ഇസ്ലാം ഉണ്ടാവുന്നതിന് മുമ്പ് ഈ പേഗൻ ഗോത്രക്കാർ ചെയ്തുകൊണ്ടിരുന്ന കർമ്മമാണ്. അത് നിങ്ങളുടെ പ്രവാചകൻ അങ്ങനെ തന്നെ എടുത്ത് കോപ്പി അടിച്ച് ചെയ്തതാണ്. ബാങ്ക് വിളി എവിടെ നിന്നുണ്ടായതാ? യഹൂദരുണ്ടാക്കിയതാണ് ബാങ്ക് വിളി. അനിയനൊന്ന് പോയി സെർച്ച് ചെയ്യും, യഹൂദി ബാങ്ക് ഒന്ന് സെർച്ച് ചെയ്യും, അപ്പം കിട്ടും. നിസ്കാരം എവിടെ നിന്നുണ്ടായതാ? അത് യഹൂദികളുടെ നിന്നുണ്ടായതാ. കോപ്പി അടിച്ച് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്താണ് മതങ്ങൾ. ഇനി ബൈബിളിൽ നിന്നുണ്ടായതാണ്, ബൈബിളിന്റെ ശേഷിപ്പാണ് എന്ന് പറയും. ബൈബിളിന്റെ കഥകൾ ഇവിടെ ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിൽ ധാരാളമുണ്ട്. മത്സ്യാവതാരം, നൂഹിന്റെ പേടകം, മത്സ്യാവതാര കഥ എന്ന് വായിച്ചു നോക്കൂ. അത് തന്നെയാണ് നൂഹിന്റെ പേടകം. ലോകത്ത് സംസ്കാരങ്ങൾ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് മുത്തശ്ശിക്കഥകളിൽ നിന്നും ഒക്കെയാണ് ഈ പറയുന്ന മിത്തുകളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതെല്ലാവരും മനസ്സിലാക്കണം. അല്ലാതെ ദൈവം നേരിട്ട് ഒരാളെ അയച്ചിട്ട് പറഞ്ഞു കൊടുത്തിട്ടൊന്നല്ല. ഇപ്പൊ ഭാരതീയ സംസ്കാരം ഋഷിവര്യന്മാരിലൂടെ, അത് സംസ്കാരം തന്നെ പറയുന്നുണ്ട്. ആ വേദം രചിച്ചത് ആരാണെന്ന് പറയുന്നുണ്ട്. ഇന്നയാൾ രചിച്ചു എന്ന് പറഞ്ഞിട്ട് ദൈവം തന്നു എന്ന് പറയുന്നില്ല. അവിടെയാണ് വ്യത്യാസം. ലോകത്തെ മറ്റു സംസ്കാരങ്ങളുമായിട്ട് ദൈവം കൊണ്ടുവന്ന് നേരിട്ട് തന്നു എന്ന് പറയുന്നില്ല. അവതാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ പറയുന്ന അവതാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഈശ്വരീയമായിട്ടുള്ള ജന്മങ്ങളാണ്. ആ ഈശ്വരീയമായിട്ടുള്ള ജന്മങ്ങൾ പല നല്ല കാര്യങ്ങളും ചെയ്തു, നല്ല പ്രവൃത്തികളും ചെയ്തു. അത് മനുഷ്യൻ സൂക്ഷിച്ചു വയ്ക്കും. അതല്ലാതെ ദൈവം നേരിട്ട് ഇറങ്ങി വന്നിട്ട് ഈ 10 കൽപ്പനകൾ ഭാരതത്തിൽ കൊടുത്തിട്ടില്ല, ആർക്കും കൊടുത്തിട്ടില്ല. അതാണ് വ്യത്യാസമുള്ളത്. ഇവിടുത്തെ മണ്ണിൽ അലിഞ്ഞു ചേർന്ന കഥകളും കവിതകളും തന്നെയാണ് ഈ സംസ്കാരത്തിന്റെ ബാക്കി പത്രം. അത് അങ്ങനെ തന്നെ പറയുന്നുണ്ട്. രാമായണം കവിതയാണെന്ന് പറയുന്നുണ്ട്. രാമായണം മാത്രമല്ല, എല്ലാ ഗ്രന്ഥങ്ങളും അങ്ങനെ തന്നെയാണെന്ന് പറയുന്നുണ്ട്. അതല്ല ദൈവികമാണെന്ന് എവിടെയും പറയുന്നില്ല. അതിലെ കഥാപാത്രങ്ങൾ ദൈവികമായി പ്രവർത്തിക്കുന്നതുകൊണ്ട് അവരെ ദൈവികമായിട്ട് ജനങ്ങൾ പൂജിച്ചു വരുന്നു. പ്രേം നസീറിനെ നമ്മൾ എങ്ങനെയാണ് ആരാധിച്ചത്? മമ്മൂട്ടിയെ എങ്ങനെയാണ് ആരാധിക്കുന്നത്? മോഹൻലാലിനെ എങ്ങനെയാണ് ആരാധനയോട് കാണുന്നത്? അവര് ഈ സിനിമകളിലൂടെ കാണിച്ച ഈ പ്രോട്ടോടൈപ്പ് ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, നന്മ നിറഞ്ഞ ക്യാരക്ടേഴ്സ്, ആ ക്യാരക്ടേഴ്സിനെ ആണ് അവരെ എന്തായിട്ട് മാറ്റുന്നത്? മറ്റുള്ളവരെ ആരാധ്യരായിട്ട് മാറ്റുന്നത്. എന്നാൽ ആ ആരാധന ബാലങ്കനാർ കിട്ടിയിട്ടുണ്ടോ? സിനിമ നടൻ എന്നുള്ളത് കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഈ അമ്മമാരുടെ മനസ്സിൽ മോഹൻലാൽ ഇടം പിടിച്ച മാതിരി ബാലങ്കനാർ ഇടപിടിച്ചിട്ടുണ്ടാവില്ല. മോഹൻലാൽ ഇടപിടിച്ച മാതിരി മറ്റുള്ളവരെ ഇടം പിടിച്ചിട്ടുണ്ടാവില്ല. അത് അവർ ചെയ്യുന്ന കഥാപാത്രങ്ങൾ, അവർ സമൂഹത്തിലേക്ക് കൊടുത്ത നന്മ നിറഞ്ഞ കുറെ കഥാപാത്രങ്ങളുണ്ട്. ആ കഥാപാത്രങ്ങളിലൂടെയാണ് അവരെ ആരാധന. അത് തന്നെയാണ് ലോകത്ത് എല്ലാം സംഭവിച്ചിട്ടുള്ളത്. ചില അവതാരങ്ങളുണ്ടാവും, ചില മനുഷ്യ ജന്മങ്ങളുണ്ടാവും. അവർ നല്ല കാര്യങ്ങൾ ചെയ്യും, അവർക്ക് പുറകെ ആളുകൂടും, അവരെ ആരാധിക്കും, അവരെ വാഴ്ത്തും. അത് തന്നെയാണ് ഈശ്വരീയമായിട്ടുള്ള ജന്മങ്ങൾ എന്ന് പറയുന്നത്. അത് കലാകാരനാണെങ്കിലും ശരി, മനുഷ്യരാണെങ്കിലും ശരി. അങ്ങനെ താത്വികമായിട്ട് ലെവലുള്ള പല ആളുകളും ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട്. ബുദ്ധൻ, നാരായണഗുരു, ശങ്കരാചാര്യര്, ഇങ്ങനെ യേശുക്രിസ്തു എന്ന് തുടങ്ങിയ എല്ലാവരും അങ്ങനെയുള്ള ആളുകളെയാണ് പിന്നീട് നമ്മൾ ആരാധിച്ചു വരുന്ന ആളുകളെ ദൈവികമായിട്ട് മാറ്റിയിട്ടുള്ളത്. നാരായണഗുരു ഇന്ന് ആരാധിക്കപ്പെടുന്നു. നമുക്കറിയാം, അടുത്ത കാലത്ത് ജീവിച്ചിരുന്ന സാധാരണ മനുഷ്യരാണ്. പക്ഷെ ഇന്ന് അദ്ദേഹം ബിംബമായിട്ട് തന്നെ ആരാധിക്കപ്പെടുന്നുണ്ട്. അത് ലോകം അങ്ങനെയാണ്. നന്മ ചെയ്തവരെ ലോകം, നേരെ മറിച്ച് തിന്മ ചെയ്തവരെയും ലോകം തിരിച്ചറിയും. ഹിറ്റ്ലറെ ലോകം അവസാനം വരെയും സൂക്ഷിക്കും. ആ ഗണത്തിലേക്ക് വന്നു. ഇപ്പം നമുക്ക് നേരത്തെ അറിവുണ്ടായിരുന്നില്ല. ഇപ്പം ഈ പറയുന്ന പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് പറഞ്ഞ് ഇവരുടെ പ്രൊഫറ്റ്, മുസ്ലിങ്ങളുടെ പ്രൊഫറ്റ് ഈ പറയുന്ന ഭീകരന്മാരുടെ ഗണത്തിലേക്ക് വന്നു. എനിക്ക് പോലും അത്ര അറിവുണ്ടായിരുന്നില്ല. അടുത്ത കാലത്ത് ജബ്ബാർ മാഷും ലിയാഖത്ത് അലിയും ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ മനുഷ്യൻ ഇത്രമാത്രം ക്രൂരതകൾ ചെയ്തിട്ടുണ്ട് എന്ന് ലോകത്തെ അറിഞ്ഞത്.
അപ്പം നന്മ കൊണ്ട് മാത്രമല്ല മനുഷ്യർ ഒരു വ്യക്തിയെ ആരാധിക്കുകയോ അല്ലെങ്കിൽ ഭയപ്പെടുകയോ ചെയ്യുന്നത്. ഇവിടെ ആരാധനയെക്കാളും കൂടുതൽ എപ്പോഴും ഈ ഇസ്ലാമിനുള്ളത് ഭയമാണ്. അവനെ നിയന്ത്രിക്കുന്നത് ഭയവും ഭോഗവും. രണ്ട് കാര്യങ്ങളാണ് അവരെ നിയന്ത്രിക്കുന്നത്. ഒന്ന് സ്വർഗം എന്ന് പറയുന്ന ഭോഗം, രണ്ട് ഈശ്വരൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രവാചകൻ എന്ന് പറയുന്ന ഭയം. അവിടെ സ്നേഹത്തിന് സാധ്യതയില്ല. ഭയവും ഭോഗവും നിയന്ത്രിക്കുന്ന ഒരു മതം. അതാണ് വ്യത്യാസമുള്ളത്. ബാക്കി എല്ലായിടത്തും അങ്ങനെ എന്താണ് കൃത്യമായിട്ട് ഭയപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഭോഗസുഖങ്ങളെക്കുറിച്ച് പറയുകയോ ചെയ്യുന്നില്ല. ഇപ്പൊ ഹിന്ദുസിലെ സ്വർഗം കിട്ടുന്നു. എന്ത് സ്വർഗം? ഹിന്ദുക്കൾക്ക് ആർക്കും സ്വർഗത്തിനെ കുറിച്ച് യാതൊരു താല്പര്യമില്ല, ക്രിസ്ത്യാനികൾക്കും ഇല്ല. പറയും സ്വർഗം എന്ന് പറഞ്ഞു. ആകെ കൂടി താല്പര്യമുള്ളത് ഒരൊറ്റ സമൂഹത്തിന് മാത്രമേ ഉള്ളൂ, ഈ സ്വർഗത്തെക്കുറിച്ചും ഭോഗത്തെക്കുറിച്ചും. അതും മരണാനന്തരം. ജീവിച്ചിരിക്കുമ്പം ഒന്നും കിട്ടിയിട്ടില്ല, പിന്നെ മരിച്ചു എന്നിട്ട് വേണം ഇതൊക്കെ കിട്ടാൻ. വിഡ്ഢികള്. ഇതാണോ സ്വർഗം? ഈ ഭൂമിയാ സ്വർഗം? ഈ പഴുതാരിയും പുഴുവും നായിയും നരിയും കാടും മേടും മരുഭൂമിയും ഒക്കെ നിറഞ്ഞ ഈ ലോകമുണ്ടല്ലോ, അതാണോ സ്വർഗം? അതിനെയൊന്ന് ആസ്വദിക്കാൻ ശ്രമിക്കുക. ഈ ഭൂമിയെ ഒന്ന് ആശ്ലേഷിക്കാൻ ശ്രമിക്കുക. ഈ കാടിനെ, ഈ മൃഗങ്ങളെ, ഈ പഴുതാരിയും പൂച്ചേനെയൊക്കെ സ്നേഹിക്കാൻ പഠിക്കുക. ഇന്നലെ വീട്ടിന്റെ അകത്ത് ഒരു എലി കയറി ബാത്റൂമിലെ എൻ്റെ അഴയൊക്കെ ഇടുന്ന സ്റ്റാൻഡിന്റെ മുകളിൽ കയറിയിരുന്ന് ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പം വളരെ ദയനീയമായിട്ട്, കാരണം അവൻ കുടുങ്ങിപ്പോയതാണ് ബാത്റൂമിൽ കയറിയിട്ട്. എൻ്റെ മുഖത്തേക്ക് ദയനീയമായിട്ട് നോക്കി. എനിക്കവനെ കൊല്ലണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അവൻ്റെ ആ നോട്ടവും അവൻ്റെ ആ നിഷ്കളങ്ക ഭാവം കണ്ടപ്പോൾ പിന്നെ ഞാൻ പതിയെ ഓടിച്ചു വിട്ടു. അത്രേ ഉള്ളൂ. നമ്മൾ ഓരോന്നിനെയും സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയാണെങ്കിൽ അതിലൊക്കെ സൗന്ദര്യവും സന്തോഷവും കണ്ടെത്താൻ പറ്റും. അങ്ങനെ ജീവിക്കാനൊരു ഭാഗ്യം. ഈ ഭൂമി, അതാണ് എൻ്റെ സ്വർഗം. 60 വർഷം ഞാൻ ഈ സ്വർഗത്തിൽ ജീവിച്ചു. സുഖം മാത്രമല്ല, ഞാനിന്നിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഈ മഴക്കാലം പോലെ മഴക്കാലത്ത് കപ്പ, വീട്ടിൽ ആഹാരമില്ലാത്ത കാരണം കപ്പ വെട്ടുമ്പോൾ വേസ്റ്റ് സാറിനെ വെട്ടി കുഴിച്ചിടും. അത് ഞാനും സഹോദരനും പോയി മാന്തി കൊണ്ടുവന്ന് പുഴുങ്ങിയ ഈ വേസ്റ്റാക്കിയ സാധനങ്ങൾ വീട്ടിലൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് പോയി വാരി മണ്ണിന്റെ അടിയിൽ നിന്ന് മാന്തി കൊണ്ടുവന്ന് വേവിച്ച ഒരു സീന് ഓർത്തുപോയി. അത് മാത്രമല്ല ഓർത്തത്, അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന ഗോതമ്പും അമേരിക്കൻ പാൽപ്പൊടിയും ചേർത്തിട്ട് സ്കൂളിൽ തന്നിരുന്ന ഉപ്പുമാവും ആ അമേരിക്കൻ പാൽപ്പൊടി കലക്കിയ ഒരു ഡ്രിങ്കും, അതൊക്കെ ഓർത്തുപോയി. എത്ര കാലം നമ്മൾ ജീവിച്ചു. പട്ടിണിയും സന്തോഷവും ഇതൊക്കെ ഈ ലോകത്തിന്റെ ഭാഗമായിരുന്നില്ലേ? കാളവണ്ടിയിൽ നമ്മൾ സഞ്ചരിച്ചു. കാളവണ്ടി മുതൽ ഇന്ന് ഫ്ലൈറ്റിൽ വരുന്ന സഞ്ചരിക്കുന്നു. ഇതിനേക്കാളും വലിയ സുഖം എവിടെയാ കിട്ടുക? നമ്മൾ അങ്ങോട്ട് പോകണ്ട. ഇതേപോലെ വല്ലപ്പോഴുമൊക്കെ ഞാൻ ലൈവിൽ വരാം. ഇങ്ങനെ കിട്ടുന്ന ഗ്യാപ്പിൽ, ഓരോ സീക്വൻസ് തീർക്കുമ്പോൾ കിട്ടുന്ന ഗ്യാപ്പിൽ. കാഫിർ എന്ന് പറഞ്ഞാൽ എന്താണ്? കാഫിർ എന്ന് പറഞ്ഞാൽ ഹിന്ദുവാണ് അയ്യപ്പ. ഈ ഇസ്ലാമിനെ അല്ലെങ്കിൽ അള്ളാഹുവിനെ വിശ്വസിക്കാത്ത എല്ലാവരും കാഫിറാണ്. അതിന് വേറെ അർത്ഥമൊന്നും കൊടുക്കണ്ട. അള്ളാഹുവിനെ വണങ്ങാത്ത, അള്ളാഹുവിനെ സ്വീകരിക്കാത്ത, ഖുർആനെ സ്വീകരിക്കാത്ത സകല ജാതി മതസ്ഥരും കാഫിറുകളാണ്. അത്രയേ ഉള്ളൂ അതിനർത്ഥം, വേറെ ഒന്നുമില്ല. അതിന് പുതിയ വ്യാഖ്യാനമൊക്കെ പലരും പറയുന്നുണ്ട്. പക്ഷേ ഇസ്ലാമിക വിശ്വാസപ്രകാരം സത്യദീനിൽ വിശ്വസിക്കാത്തവരൊക്കെ തന്നെ കാഫിറുകളാണ്. അയ്യപ്പൻ കാഫിറാണ്, രാമൻ കാഫിറാണ്, ഗൗരി നന്ദനും കാഫിറാണ്, എല്ലാവരും കാഫിറാണ് ഇസ്ലാമിന്റെ ഭാഷയിൽ. കാഫിർ മാത്രമല്ല, കൊല്ലപ്പെടേണ്ടവരാണ്. അത് സത്യമാണ്, കൊല്ലപ്പെടേണ്ടവരാണ്. വെറും കാഫിറല്ല, കൊല്ലപ്പെടേണ്ടവരാണ്. തീർച്ചയായിട്ടും വത്സല വിജയൻ, നമ്മുടെ ലോകമാണ് ഏറ്റവും സുന്ദരം. നമ്മുടെ ലോകത്ത് അതെ, ഫുഡ് കാരിയേഴ്സ്, നമ്മുടെ ലോകം എത്ര സുന്ദരമാണ്. ഞാൻ പറയും, ഒരു ആപ്പിള് തിന്നുമ്പോൾ
ഈശ്വര എന്ത് രുചിയാണ് ഇതിന് ഈശ്വരൻ. അപ്പൊ ഈ എത്ര വ്യത്യസ്തമായിട്ടുള്ള രുചികളാണ് നമുക്ക്. അതിന് കയ്പുണ്ട്, ചവർപ്പുണ്ട്, പുളിയുണ്ട്. ലോകത്ത് എന്തുമാത്രം വെറൈറ്റി ഈശ്വരൻ തന്നിട്ടുണ്ട്, എന്തുമാത്രം നിറങ്ങൾ തന്നിട്ടുണ്ട്, എത്രമാത്രം വ്യത്യസ്തമായ പുഷ്പങ്ങൾ, ജീവികൾ. ഇതിനെയൊക്കെ ഒന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് അത്ഭുതത്തോടെ നോക്കും. ഇതാണ് സ്വർഗം. നരകം അനുഭവിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ പോകുമ്പോൾ ഒന്നാലോചിച്ച് ഉറുമ്പുകള് ഭഗവാനെ ഒരു കാലമാണെന്ന് ഇതുവഴി വരല്ലേ, ഞാൻ ചവിട്ടി അരയ്ക്കപ്പെടല്ലേ എന്ന് ചിന്തിക്കുന്ന ഉറുമ്പുകളുണ്ട്. ഒരു കാലമാണെന്റെ ഈ കണ്ണിൽ പെടല്ലേ എന്ന് സൂക്ഷിക്കുന്ന എട്ടുകാലികളുണ്ട്. ഒരു സുഡാപ്പിയുടെയും കത്തിക്കിരയാവരുതേ എന്ന് ചിന്തിക്കുന്ന സാധാരണ മനുഷ്യരുണ്ട്. ഇതൊക്കെ നിറഞ്ഞതാണ് ഈ ലോകം. പിന്നെ ആർക്കും ഇത്ര കൊല്ലം ഞാനിവിടെ ജീവിക്കും എന്നൊരു ഉറപ്പൊന്നും കൊടുത്തിട്ടില്ല. ഭഗവാൻ നിശ്ചയിച്ച ഡേറ്റും ടൈമും ആകുമ്പോൾ അങ്ങോട്ട് പോകും. അതിപ്പോൾ സുഡാപ്പിയുടെ വണ്ടി കയറിയിട്ടാണെങ്കിലും കത്തി കയറിയിട്ടാണെങ്കിലും, അതല്ല ശ്വാസം മുട്ടിയിട്ടാണെങ്കിലും, അതല്ല ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണെങ്കിലും, എങ്ങനെയാണെന്ന് ആർക്കും അറിയില്ല. ആ അറിയാത്ത ഒരു നിമിഷത്തെക്കുറിച്ച് ആലോചിച്ച് എന്തിനാണ് നമ്മൾ വെറുതെ വിഷമിക്കുന്നത്? പോകുമ്പോൾ പോകും. ആ പോകുന്നവരെയും ഈ സുന്ദരമായ ലോകത്തെ വെറുതെ ചുറ്റും കണ്ണോടിച്ച് കണ്ട് അതിനൊക്കെ ആസ്വദിച്ച് ഇതേപോലെ ഈ സിനിമയൊക്കെ ചെയ്ത് അങ്ങ് ജീവിക്കുക. അതല്ലേ സുഖം. ഇപ്പൊ കുറേ ദിവസത്തെ ലോകാസമസ്ത സുഖം വന്നു ഏറ്റവും ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും. അപ്പൊ അത് പറയുമ്പോൾ പറയും അതിൽ ബ്രാഹ്മണനെ കുറിച്ച് അതും വായിച്ചിട്ടാണ് പാപ്പ ഈ പഹമാര്. ലോകത്തിലെ സമസ്തവും ആര് ബ്രാഹ്മണനും പെടും എന്ന് മാത്രമേ ഉള്ളൂ. സകല കൃമികീടങ്ങളും ഒക്കെ സുഖം ഭവിക്കട്ടെ, അവരവരുടെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകട്ടെ. അപ്പൊ ഇതേപോലെ വല്ലപ്പോഴും ഞാൻ ഒന്ന് ജോലിക്കിടയിൽ ഇതാപ്പം ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്കിക്കോളൂ, ഞാനിവിടെ ജോലിയിൽ തന്നെയാണ്. ഇതിൽ കഥാപാത്രങ്ങൾ ഒക്കെ കഥാപാത്രങ്ങളൊക്കെ ഇതിലുണ്ട്. അങ്ങനെ ഇതാണ് എൻ്റെ ജോലി. ഞാനിപ്പോൾ കമ്പ്യൂട്ടറാണ് കംപ്ലീറ്റ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ്. അപ്പോൾ ഇങ്ങനെ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് മനുഷ്യരെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ചിലപ്പോൾ ഭയങ്കര തമാശ തോന്നും. ഞാൻ കെട്ടിച്ചടാൻ അല്ല വെള്ളത്തിൽ ചാടാൻ പറഞ്ഞാൽ കരയിലേക്ക് ഓടും, കരയിലേക്ക് ഓടാൻ പറഞ്ഞാൽ വെള്ളത്തിൽ ചാടും. അപ്പൊ ചില സമയത്ത് കുത്തിയിരുന്ന് ചിരിച്ചു പോകും. നമുക്ക് ഉണ്ടാക്കുന്ന ആ രീതിയിൽ നമുക്കൊരിക്കലും ഒരു ഇത് പറയാൻ പറ്റില്ല. ഏത് രീതിയിലാണ് നമ്മൾ ഒരു കമാൻഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കമാൻഡിനനുസരിച്ച് വരുമോ എന്നും ഒന്നും നിശ്ചയിക്കാൻ പറ്റില്ല. അത് അതിന്റെ വഴിക്ക് വരും, നമ്മൾ ചിന്തിക്കുന്ന വഴിക്കല്ല വരിക. അത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. എന്ത് ചെയ്യും? ഇതൊക്കെ നമ്മള് നിർമ്മിത കഥാപാത്രങ്ങളാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. ഞാൻ അങ്ങോട്ട് മാറ്റിത്തരാം. ഇതൊക്കെ നിർമ്മിതമാണ്. ഈ കഥാപാത്രങ്ങളൊന്നും ഇങ്ങനെ ലൊക്കേഷനില് അവർ ഡയലോഗ് പറയുന്നുണ്ട്. ചന്ദ്രയാൻ നിർമ്മാണ പിടിച്ചില്ലേ? അങ്ങനെ ഇതൊക്കെ ഞാൻ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു ലോകമാണത്. നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു ലോകമാണ് ഇപ്പൊ ഞാൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ നായകന്റെ വീടാണിത്. ലാപ്ടോപ്പിലെ മാക്ക്. ഇതാണ് എന്റെ നായകൻ, നായകൻ. പപ്പ ഉഴുന്ന് കുറയ്ക്കണ്ട, അരയ്ക്കുമ്പോ കുറച്ച് അവില് കൂടി ചേർത്തോ. ഇത്തിരി ബദാമും വണ്ടിപ്പരിപ്പും എണ്ണയും കൂടി അങ്ങോട്ട് ചേർക്കട്ടെ.
എന്താ പറഞ്ഞേ? ഒന്നുമില്ലായേ, മിക്സിയിൽ അരക്കട്ടെന്ന് ചോദിച്ചതാ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ പച്ച മലയാളം ഭാഷ പറയുന്നത് കണ്ടോ കമ്പ്യൂട്ടർ. അമ്മേ, ഇടയ്ക്കിടയ്ക്ക് 2 തല്ല് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ നന്നാവില്ലായിരുന്നോ? പിന്നെ കഞ്ഞിവെള്ളത്തിന് പകരം ഹോർലിക്സ് തന്നിരുന്നെങ്കിൽ എനിക്ക് ത്രാണി ഉണ്ടായില്ലായിരുന്നോ? ഉപ്പും മുളകും ചേർത്ത ചമ്മന്തി, കഞ്ഞിയും ഉപ്പും മുളകും ചേർത്ത ചമ്മന്തി, പിന്നെ കപ്പയും കഞ്ഞി, പിന്നെ കഞ്ഞിയും കപ്പയും. അങ്ങനെ എന്ത് മനോഹരമായ വിഭവങ്ങളാണ് അമ്മ എനിക്ക് തന്നത്. നമ്മൾ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഇതൊക്കെയാണ് എഐയുടെ രഹസ്യങ്ങൾ. നമ്മൾ എങ്ങനെയുണ്ട്? എൻ്റെ ഒരു സഹനായികയാണിതിൽ. ഇന്ന് ഇവിടെയാണോ പണി? എന്തേ, കാമുകിന്റെ വീട്ടിലെ പണി പറ്റില്ലെന്നുണ്ടാ? കണ്ടല്ലോ, ഇതാണ് പണി. ഈ പറഞ്ഞ സീനൊക്കെ നമ്മള് സൃഷ്ടിച്ചെടുത്തതാണ്, ഒന്നുമില്ല. ഇപ്പൊ ഞാൻ കാണിച്ച സീന് ഈ ആൾക്കാർക്കൊന്നും അറിയില്ല. അവരിവിടെ വന്ന് ഡയലോഗ് പറഞ്ഞു പോയി, 3 ഫോട്ടോ എടുത്തു. ബാക്കി സീക്വൻസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അടുത്ത സിനിമ തന്നെയാണത്. ലൊക്കേഷൻ ഇല്ലാത്ത, ക്യാമറ ഇല്ലാത്ത, ആർട്ടിസ്റ്റ് ഇല്ലാത്ത, പ്രൊഡക്ഷൻ മാനേജർമാരില്ലാത്ത, മേക്കപ്പ് മാൻ ഇല്ലാത്ത, ക്യാമറമാൻ ഇല്ലാത്ത ഒരു ലോകത്ത് ഒരു സിനിമ. അതാണ് ഇപ്പൊ ചെയ്യുന്നത്. എനിക്കിത് തുടങ്ങിയത് അത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല ചെയ്യാൻ പറ്റുന്നു. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, കഥാപാത്രങ്ങളൊക്കെ നന്നായി സംസാരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് അനുസരിച്ച് നല്ല അടി കൊടുത്തിട്ടാണ് ഞാൻ അനുസരിപ്പിക്കുന്നുണ്ട്. അവർ ചിരിക്കുകയും കരയും ഡയലോഗ് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവുക. ഞാൻ വല്ലപ്പോഴേ വരുള്ളൂ ശല്യപ്പെടുത്താൻ എന്ന് കരുതി എന്നെ മറന്നു പോകരുത്, കൂടെ ഉണ്ടാവണം. ഇപ്പോൾ നമ്മൾ ഈ സാധാരണ ഏഷ്യാനെറ്റിലും മറ്റേ ഇവിടെയൊക്കെ കാണുന്ന അതാണ് എഐ എന്നുള്ള ധാരണ ആർക്കും വെക്കരുത്. അതല്ല എഐ എന്ന് പറയുന്നത് നമുക്ക് നിയന്ത്രിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ടുപോരാവുന്ന ഒരു നമുക്ക് സൃഷ്ടിക്കാവുന്ന അല്ലെങ്കിൽ സൃഷ്ടിയുടെ ഒരു ഇതിനകത്തുണ്ട്, ഒരു രഹസ്യം ഇതിനകത്തുണ്ട്. നമ്മുടെ ഒരു സംവിധായകന്റെ കലയിലുണ്ട്. ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് നോക്കൂ. താഴെ വീണു, എന്റെ കാലൊന്ന് പൊട്ടി, ഒരു ചെറിയ മുടന്ത് വന്നു. മുടന്തല്ലേ, കാലുകൊണ്ടല്ലോ നമ്മൾ അഭിനയിക്കുന്നത്, മോന്ത കൊണ്ടല്ലേ അഭിനയിക്കുന്നത്. എന്റെ പാൻ കേക്ക് തരൂ, എവിടെ എന്റെ പാൻ കേക്ക്? ഇന്ന് സോങ് ഷൂട്ടാണ്. ഹൃദയവനിയിൽ 1000 പൂ മധുമഴ പൊഴിയും മലർവനിയിൽ. കണ്ടല്ലോ, അവർ സംസാരിക്കുന്നുണ്ട്, അവർക്ക് ഫീലിംഗ് ഉണ്ട്, അതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചെയ്തെടുക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. അതിലാണിപ്പോൾ ഉള്ളത്. യൂട്യൂബിലല്ല, തിയേറ്ററിൽ പറ്റുമെന്ന് നോക്കുന്നുണ്ട് റിലീസ്. ലോകത്ത് ആദ്യമായിട്ട് ഒരു ഇത് തിയേറ്ററിൽ റിലീസ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. എല്ലാ തിയേറ്ററിൽ എത്തിയില്ലെങ്കിലും ചില തിയേറ്ററെങ്കിലും ഈ സിനിമ നമുക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് വിശ്വാസം. നമുക്ക് പെർഫെക്റ്റ് ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇതിൽ. കാരണം ഇതിൽ ഈ നല്ല മൂഡിലാണല്ലോ ശങ്കരേട്ടന്റെ കടയിൽ. എന്തായാലും സന്തോഷം എല്ലാവരോടും. ഒരിക്കൽ കൂടി വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം. എല്ലാവർക്കും നമസ്കാരം, നന്ദി. ഇന്ന് ഒത്തിരി പേര് വന്നു. ഞാൻ ഈ സമയത്ത് ആരും കാണില്ല എന്ന് വിചാരിച്ചാണ് വന്നു. എല്ലാവർക്കും സന്തോഷം.